അങ്ങനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നൽകിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഹൈക്കോടതിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. നടി ആക്രമിച്ച കേസിൽ സർക്കാർ നേരത്തെ തന്നെ ഹൈക്കോടതിയിലേക്ക് പോകുമെന്നുള്ള തീരുമാനം എടുത്തിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇത് അകൃത്യമായി സർക്കാർ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പൾസർ സുനി മുതലുള്ള 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നൽകിയത്. 8ാം പ്രതിയായ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് മുതൽ അപ്പോൾ മുതലുള്ള വിമർശനങ്ങൾ കോടതിക്ക് നേരെയുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നൊരു സാഹചര്യമുണ്ട്, സമൂഹം ഒട്ടാകെ തന്നെ തിരിയുന്നൊരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ ജസ്റ്റിസ് ഹണി എം വർഗീസ് നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. 12ാം തീയതിയാണ് പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവെന്ന ശിക്ഷ വിധിക്കുന്നത്. 8ാം തീയതി വിധി പ്രഖ്യാപിച്ചെങ്കിൽ പോലും അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു വലിയ കോലാഹലങ്ങൾ നാളിതുവരെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. ദിലീപ് സിനിമയായി ബബ്ബ ബഹിഷ്കരിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരു വലിയ സമൂഹം മാറുന്നൊരു കാഴ്ച, അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന കാഴ്ച, ഇതെല്ലാം തന്നെ കണ്ടിട്ടുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ സിനിമ കടന്നു പോയത് എന്നത് വേണം തന്നെ പറയാൻ. അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ സിനിമ മാറി എന്നതും കൂടി വേണം പറയാൻ. ബബ്ബയ്ക്ക് നിലവിൽ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളിനി കേസിലേക്ക് വരാം. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ കേസ്, അതിനുശേഷം വൈകാരികമായി അതിജീവിത ഉൾപ്പെടെ സംസാരിച്ച കേസ്, എന്നെ അതിജീവിതയാക്കണ്ട, എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന് പോലും സമൂഹ മാധ്യമങ്ങളിൽ മുന്നിൽ വന്ന് കെഞ്ചി അപേക്ഷിക്കേണ്ട കാഴ്ച ആ അതിജീവിതയ്ക്ക് വരുത്തി വെച്ചതും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം 2 തട്ടിലായിട്ട് സമൂഹം മാറിയത് ഉൾപ്പെടെ കണ്ടതാണ്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് തൊട്ട് സമൂഹം 2 തട്ടിലേക്ക് മാറി. ദിലീപ് നിരപരാധിയാണെന്ന് വാദിക്കുന്ന ഒരു പക്ഷവും, എന്നാൽ ഇത് ദിലീപ് എങ്ങനെ ഊരിയതാണെന്ന് നമുക്കറിയാം. ഇത് ഹൈക്കോടതിയും സുപ്രീം കോടതിയിലേക്കും പോയി ഫൈറ്റ് ചെയ്യും, കീഴ്ക്കോടതി മാത്രമാണിത് എന്ന് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ വന്ന് സംസാരിച്ചതും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ 2ആയിട്ട് നിൽക്കുന്ന കേസിൽ നിന്നാണ് ഇപ്പോഴിതാ സർക്കാർ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാഴ്ചകൾ കൂടി കാണുന്നത്. തെളിവിൻ്റെ അഭാവത്തിലാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതെന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങുമ്പോൾ പ്രോസിക്യൂഷൻ വ്യക്തമായ രീതിയിലേക്ക് തന്നെ വാദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. തെളിവ് ശേഖരണം വളരെ നിർണായകമായി മാറുന്നൊരു സാഹചര്യത്തിലേക്കും കൂടി കാര്യങ്ങൾ മാറുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കാം നീക്കങ്ങൾ എന്നുള്ളത് വളരെ നിർണായകമാണ്. നീതി കിട്ടിയിട്ടില്ല അതിജീവിത പറയുമ്പോൾ നീതി കിട്ടേണ്ട സാഹചര്യമുണ്ട്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീതി കിട്ടിയിട്ടില്ല എന്നത് തന്നെയാണ്. അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നത് വരെ പോരാടുമെന്നുള്ള സർക്കാരിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും തീരുമാനത്തിനനുസരിച്ച് എങ്ങനെയായിരിക്കാം ഹൈക്കോടതിയിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്നതുകൂടി വളരെയധികം ഉറ്റുനോക്കുകയാണ് കേരള ജനത എന്നത് തന്നെ പറയണം. എന്തായാലും സർക്കാർ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നത്. 2017 ഫെബ്രുവരി 17ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഏകദേശം 8.25 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൻ്റെ വിധി വരുന്നത്. അത് 2025 ഡിസംബർ 8ാം തീയതി. അപ്പോൾ പോലും ഈ നടിയെ ആക്രമിച്ച് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി കൂട്ടബലാത്സംഗം ചെയ്ത് അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കേസ് എന്ന് പറയുന്നത്. അപ്പോൾ മുതൽ തന്നെ 6 പ്രതികൾ, ഈ 6 പ്രതികളുടെ പേരൊന്നും ഓർത്തു വെച്ചിട്ടില്ല, പറയാം. പൾസർ സുനിയെ കൂടാതെ തന്നെ 2ാം പ്രതിയായ മാർട്ടിൻ ആൻ്റണി, 3 മണികണ്ഠൻ, 4 VP വിജീഷ്, H സലീം അഥവാ വടിവാൾ സലീമാണ് 5ാം പ്രതി, 6ാം പ്രതി പ്രദീപ്. ഇവരെയാണ് കുറ്റക്കാരായിട്ട് കോടതി കണ്ടെത്തിയിരിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ 6 പ്രതികളെയും കുറ്റക്കാരായിട്ട് കാണുമ്പോഴേക്കും ഇനി എങ്ങനെയായിരിക്കും സർക്കാർ നീങ്ങാൻ പോകുന്നത് വളരെ ഉറ്റുനോക്കുകയാണ് കേരള ജനത. നടിക്ക് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹവും. അതനുസരിച്ച് സർക്കാർ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നത്.